ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെമ്പല്ലി മീൻ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 ചെമ്പല്ലി മീൻ കഴുകി വൃത്തിയാക്കി ഇലയെല്ലാം കളഞ്ഞ് ചെതുമ്പലെല്ലാം കളഞ്ഞ് രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 ചെമ്പല്ലി മീനാണ്. ഇതിന് ഒരുപാട് മുള്ളുള്ളത് കൊണ്ടാണ്, സൈഡിലൊക്കെ ഒരുപാട് മുള്ളുണ്ട്, അതുകൊണ്ടാണ് ചെമ്പല്ലി എന്നുള്ള പേര്. ഇതിന് ഇംഗ്ലീഷിൽ റെഡ് സ്നാപ്പർ എന്നും പറയും. ഇത് ദുബായിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചെമ്പല്ലി മീനാണ്. ഈ കറി മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 15 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ കൂടം വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം തക്കാളി, ഒരു 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, പിന്നെ കടുക്, ഉലുവ ലാസ്റ്റ് ചേർക്കാനായി ശകല ഉലുവപ്പൊടി പൊടിച്ചത്, പിന്നെ മസാലപ്പൊടികൾ വേണ്ടത്, പിന്നെ ഓയിൽ, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് ചൂടുവെള്ളം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള പൊടികൾ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ആദ്യം ഒരു കറിച്ചട്ടി അടുപ്പത്തിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മൾ ഒരു ബ്രഷ് എടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. കടുക് പൊട്ടി ഉലുവ മൂത്ത ശേഷം നമുക്ക് ഈ കുഞ്ഞുള്ളി ചേർക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളക് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം. എല്ലാം ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചി ഉള്ളി എല്ലാം ഒന്ന് പെട്ടെന്ന് വഴകുന്നതിനായി നമുക്ക് ഈ സമയം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് പിങ്ക് സോൾട്ടാണ്, അതാണ് ഈ കളർ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരുവിധം വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ സൈഡിലോട്ടാക്കി ഈ എണ്ണയിലോട്ട് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് വഴറ്റാം. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റി എല്ലാം നന്നായി വഴണ്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി. ഈ സമയം നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ഇതേപോലെ പെട്ടെന്ന് വഴറ്റാം. തക്കാളിയെല്ലാം വഴന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. 3 എണ്ണം. നമ്മൾ തക്കാളി ചേർക്കുന്നത് കൊണ്ട് 3 കുടംപുളിയുടെ ആവശ്യമേ ഉള്ളൂ. ഇതും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളയ്ക്കട്ടെ. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർക്കാം. ലിഡ് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു തിള വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ചേർക്കാം. അടപ്പൊന്ന് മാറ്റാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ കുറക്കിയിടാം. ഞാൻ തലയോട് കൂടി തന്നെയാണ് മീൻ ഇടുന്നത്. ഇത് തിള വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് വയ്ക്കാം. കറി ഞാനൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തിള വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിം ആക്കാം. ഒരു 15 മിനിറ്റ് വേകട്ടെ. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഈ ലിഡ് നമുക്കൊന്ന് മാറ്റി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നു. ബാക്കി തേങ്ങ കൂടെ ഒന്ന് വെന്ത ശേഷം നമുക്ക് നോക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിൻ്റെ ലിട്ടൊന്ന് തുറക്കാം. കറിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. സമയം കറിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഉപ്പ് കുറവാണ്. നമുക്ക് ഇതിന് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം.
കറിയെല്ലാം ഒരുവിധം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില തരാം. അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് കുറേ വറ്റും. ശകലം ചാറ് വേണം കറിക്ക്. ഇത് ഞാൻ രാവിലെ ദുബായ് ടൈം 7 മണിക്ക് ഉണ്ടാക്കിയതാണ്. ഈ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കുറേ വറ്റും. അങ്ങനെ ചെമ്പല്ലി മീൻ മുളകിട്ടത് റെഡി. ഇത് ഇവിടെ ദുബായിലെ ഫാമിൽ നിന്ന് വാങ്ങിച്ച ചെമ്പല്ലിയാണ്. നല്ല ചുമന്ന കളറാണ് ഇതിന്. നാട്ടിലത്തെ മീൻ ഇത്രയും നിറവില്ല. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മാംസത്തിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഫ്ലെയിം ഓഫ് ചെയ്യും. അടച്ചു വെച്ചൊന്ന് തണുത്ത ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ല വറ്റിയിട്ടുണ്ട്. ചെമ്പല്ലി മീൻ മുളകിട്ടത് റെഡി.